നമസ്കാരം. പ്രധാന വാർത്തകൾ. മലപ്പുറത്തെ നിപ്പ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. ഉത്തരവിറക്കി ജില്ലാ കളക്ടർ. വാളാഞ്ചേരിയിൽ യുവതിക്ക് നിപ്പ ബാധിച്ചതിനെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും കണ്ടെയ്ൻമെന്റ് സോണുകളും പിൻവലിച്ചു. കൂടുതൽ പേർക്ക് നിപ്പ ബാധിക്കാത്ത സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ പിൻവലിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയത്. വാളാഞ്ചേരി മുനിസിപ്പാലിറ്റി 2-ാം വാർഡിലാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിനാൽ 3 കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയിരുന്നു. ഇതുകൂടാതെ മാറാക്കര, എടയൂർ പഞ്ചായത്ത് പരിധിയിലെ ചില പ്രദേശങ്ങളും കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഈ നിയന്ത്രണങ്ങളെല്ലാം പിൻവലിച്ചിട്ടുണ്ട്. മലപ്പുറം വളാഞ്ചേരി സ്വദേശിനിയായ 42-കാരിക്കായിരുന്നു നിപ്പ വൈറസ് സ്ഥിരീകരിച്ചത്. ദേശീയപാത ഇടിഞ്ഞതിൽ നടപടി. കരാർ കമ്പനിയായ KNR കൺസ്ട്രക്ഷന് വിലക്ക്. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞതായിരുന്ന സംഭവത്തിൽ കരാർ കമ്പനിയായ KNR കൺസ്ട്രക്ഷനെ കേന്ദ്ര റോഡ് ഉപരിതല ഗതാഗത മന്ത്രാലയം ഡീബാർ ചെയ്തു. നിർമ്മാണത്തിൽ കൺസൾട്ടന്റായിരുന്ന ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കെതിരെയും നടപടിയുണ്ട്. ഡീബാർ ചെയ്യപ്പെട്ട KNR കൺസ്ട്രക്ഷന് ദേശീയപാത അതോറിറ്റിയുടെ തുടർന്നുള്ള ടെൻഡറുകളിൽ പങ്കെടുക്കാനാവില്ല. കൺസൾട്ടന്റായ HECക്കും സമാന നടപടികളാണ് നേരിടേണ്ടി വരിക. പ്രൊജക്ട് മാനേജരായ അമർനാഥ് റെഡ്ഡി, കൺസൾട്ടന്റ് ടീം ലീഡർ രാജ്കുമാർ എന്നിവരെ സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. IITയിലെ മുൻ പ്രൊഫസർ GV റാവുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം നിർമ്മാണത്തിലെ അപാകം പരിശോധിക്കും. ഡോക്ടർ ജിമ്മി തോമസ്, ഡോക്ടർ അനിൽ തോമസ് എന്നിവർ സംഘത്തിൽ അംഗങ്ങളാണ്. ഇവർ മന്ത്രാലയത്തിന് വിശദമായ റിപ്പോർട്ട് നൽകും. ഉദ്യോഗസ്ഥൻ കൈമാറിയ തോക്ക് SIയുടെ കയ്യിൽ നിന്നും പൊട്ടി. SIയുടെ സംയോജിതമായ ഇടപെടലിനെ തുടർന്നാണ് അപകടം ഒഴിവായത്. ഇന്ന് ഉച്ചയോടെ പത്തനംതിട്ട AR ക്യാമ്പിൽ വെച്ചാണ് സംഭവം. പണം കൊണ്ടുപോകുന്നതിന് കാവൽ പോകാനായി ഉപയോഗിക്കുന്ന തോക്ക് ലോഡ് ചെയ്ത വിവരം അറിയിക്കാതെ ഉദ്യോഗസ്ഥൻ തോക്ക് ആർബൻ SIക്ക് കൈമാറുകയായിരുന്നു. തുടർന്ന് SI തോക്ക് പരിശോധിക്കുന്നതിനിടെയാണ് വെടിപൊട്ടിയത്. SI തറയിലേക്ക് തോക്ക് പിടിച്ച് ട്രിഗർ വലിച്ചപ്പോഴാണ് വെടിപൊട്ടിയത്. വെടിപൊട്ടിയതിനെ തുടർന്ന് തറ തുളഞ്ഞു. SI കൃത്യമായ രീതിയിൽ പരിശോധന നടത്തിയതുകൊണ്ടാണ് അപകടം ഒഴിവായത്. തോക്ക് ലോഡ് ചെയ്ത് വെച്ചത് അറിയിക്കാതെ മറ്റാരെങ്കിലും ഇത് ഉപയോഗിച്ചിരുന്നെങ്കിൽ വലിയ അപകടമുണ്ടാകുമായിരുന്നു. തൃശൂർ അക്കിക്കാവിൽ വാഹനാപകടം. 10-ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. സൈക്കിൾ യാത്രികനായ അക്കിക്കാവ് TMHS സ്കൂളിലെ വിദ്യാർത്ഥി കൊരട്ടിക്കര പാതാക്കര കൊച്ചുപറമ്പിൽ മെഹബൂബിന്റെ മകൻ അൽ ഫൗസാനാണ് മരിച്ചത്. ഇന്ന് അക്കിക്കാവ് ജംഗ്ഷനിലാണ് അപകടം നടന്നത്. കുന്നംകുളം ഭാഗത്തു നിന്ന് വരികയായിരുന്ന ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുന്ന പിക്കപ്പ് വാൻ കരിക്കാട് ഭാഗത്തു നിന്ന് വന്നിരുന്ന വാഗണർ കാറിൽ ഇടിച്ചതിന് ശേഷം സ്കൂട്ടറിലും സൈക്കിളിലും ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അൽ ഫൗസാനെ നാട്ടുകാർ ഉടൻ തന്നെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. +2 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലമെത്തി. 2-ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലം പ്രഖ്യാപിച്ച വിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രിയുമായ V ശിവൻകുട്ടി. 77.81% ഇത്തവണത്തെ വിജയശതമാനം. കഴിഞ്ഞ വർഷം 78.69%. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം വിജയശതമാനം കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. വൈകിട്ട് 3:30 മുതൽ വിവിധ വെബ്സൈറ്റുകളിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും പരീക്ഷാഫലം ലഭ്യമാകും. ജൂൺ 27 മുതൽ പരീക്ഷ ആരംഭിക്കും.